ഹായ് ഓൾ, വയലിൽ ക്യാപിറ്റലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇൻഡെക്സുകളായ സെൻസെക്സ്, നിഫ്റ്റി എന്നിവ എല്ലാ റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സെൻസെക്സ് 79,000-ൻ്റെയും നിഫ്റ്റി 24,000-ൻ്റെയും മുകളിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തർക്കും ഈ ഒരു ഗ്രോത്ത് അവെയിൽ ചെയ്യാവുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉണ്ടായിട്ട് കൂടി എത്ര പേര് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് ഇനിയും കടന്നു വരാൻ ഉണ്ട് എന്നുള്ളത് വലിയ ഒരു കണക്കായി അവശേഷിക്കുകയാണ്. എൻ്റെ പരിചയത്തിലുള്ള മറ്റു പല ആൾക്കാരും പറയാറുണ്ട്, രാജേഷ്, എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഈ ഒരു ഗ്രോത്ത് അവെയിൽ ചെയ്യണമെന്നുണ്ട്, പക്ഷേ എനിക്കിതിൽ എങ്ങനെയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ മുകളിൽ കളിക്കേണ്ടത് എന്നറിയില്ല എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ പാസീവായിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും ബാങ്കിൽ നിന്ന് കിട്ടുന്നതിൻ്റെ 3-4 ഇരട്ടി ഗ്രോത്ത് ഒരു ഇൻവോൾവ്മെൻറ്റും പേഴ്സണലി ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരു വർഷം 70%-നും 80%-നും മുകളിലും ഗ്രോത്ത് കൊടുത്തിട്ടുള്ള ഫണ്ടുകളുണ്ട്. ഉദാഹരണത്തിന് മാനുഫാക്ചറിങ് ഫണ്ട് 70%-ന് മുകളിൽ കഴിഞ്ഞ ഒരു വർഷം റിട്ടേൺസ് കൊടുത്തു. കഴിഞ്ഞ 3 വർഷത്തെ റിട്ടേൺസ് ആവറേജ് റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ 30% ആവറേജ് ഇയർലി റിട്ടേൺസിൻ്റെ മുകളിലാണ് ഈ ഫണ്ട് കൊടുത്തുകൊണ്ട് വരുന്നത്. അതേപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് PSU ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്ന ഫണ്ട്. 80%-ന് മുകളിലാണ് കഴിഞ്ഞൊരു വർഷത്തെ റിട്ടേൺസ്. അപ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ, അതായത് ഇക്വിറ്റി എന്ന് പറഞ്ഞ ആസറ്റ് ക്ലാസ്സാണ് ഇന്ത്യയിൽ കഴിഞ്ഞ 50 വർഷം അല്ലെങ്കിൽ ഒരു 50 വർഷത്തെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കൊടുത്തിരിക്കുന്ന ഒരു അസറ്റ് ക്ലാസ്. മറ്റുള്ള എല്ലാ അസറ്റ് ക്ലാസ്സുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സിന് അത് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. മറ്റുള്ള പല അസറ്റ് ക്ലാസ്സുകളെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിനുള്ള നേട്ടങ്ങൾ അനവധിയാണ്. അതായത് എത്ര ചെറിയ രൂപ മുതലും നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈവൺ ഒരു 5,000 rupees മുതൽ നമ്മൾക്ക് ലംസമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഈവൺ 500 രൂപ വെച്ചിട്ട് നമുക്ക് മന്ത്ലി ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇതിനുള്ള വേറൊരു ഗുണം എന്തെന്ന് വെച്ചാൽ, ഇൻ കേസ് നമ്മുടെ ഒരു കയ്യിൽ ഒരു എക്സസ് എമൗണ്ട് എപ്പോൾ വരികയാണെങ്കിലും നമ്മൾക്കിതിൽ ടോപ്പപ്പ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. ജൂൺ 4-ന് പുതിയ ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരം ഏറ്റെടുത്തതിന് ശേഷം മാർക്കറ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗ്രോത്ത് അഭൂതപൂർവമായ ഒരു വളർച്ചയാണ്. ഈ കഴിഞ്ഞ 4 ആഴ്ചകളിലും മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറയുന്നത് ജൂൺ 4-ന് പുതിയ ഗവൺമെൻറ് അധികാരം ഏറ്റെടുത്തതിന് ശേഷമുള്ള. അടുത്ത 5 വർഷത്തേക്ക് സുസ്ഥിരമായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടാകുക എന്നത് ഏതൊരു എക്കോണമിയെയും സംബന്ധിച്ച് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിരുന്നു. സോ കഴിഞ്ഞ 10 വർഷം ഭരിച്ച അതേ ഗവൺമെൻറ് ഓൾമോസ്റ്റ് സെയിം മിനിസ്ട്രിയിൽ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്ത്യ അടുത്ത 5 വർഷം കൊണ്ട് അഭൂതപൂർവമായ വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. S&P, ഫിച്ച്, വേൾഡ് ബാങ്ക് തുടങ്ങിയിട്ടുള്ള എക്സ്റ്റേണൽ റേറ്റിംഗ് ഏജൻസീസ് എല്ലാം നമ്മുടെ GDP ഗ്രോത്ത് അപ്വേർഡ് റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 6 മുതൽ 8% വരെ വളരുന്ന എല്ലാ വർഷവും എല്ലാ ക്വാർട്ടറിലും വളരുന്ന ഒരു സാമ്പത്തിക ശക്തിയാണ് നമ്മൾ. സോ ഒബ്വിയസ്ലി അതിൻ്റെ റിഫ്ലക്ഷൻ സ്റ്റോക്ക് മാർക്കറ്റിൽ കണ്ടേ മതിയാവും. നിങ്ങളെല്ലാവരും പല വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും. ഇന്ത്യയുടെ ഗ്രോത്ത്, ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ, ഇക്വിറ്റി മാർക്കറ്റിൻ്റെ പൊട്ടൻഷ്യൽ. സോ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ നന്നായി വളരുന്ന ഒരു എക്കോണമിയാണെന്ന്. എൻ്റെ ഈ വീഡിയോയിലെ പ്രതിപാദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഓരോ ഇന്ത്യക്കാരനും ഈ ഒരു ഗ്രോത്ത് പാസീവായിട്ട് നിന്നുകൊണ്ട് തന്നെ, അതായത് നമ്മളുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ലാതെ തന്നെ നമ്മൾക്ക് ഈ ഒരു ഗ്രോത്തിൽ നമ്മൾക്കും ഒരു ഭാഗമാക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ കയ്യിലുള്ള ഒരു സേവിങ്സ് അത് വളരെ സ്മാർട്ടായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3-4 ഇരട്ടി നമുക്ക് ഗ്രോത്ത് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനായി ഇന്ന് മ്യൂച്വൽ ഫണ്ട് മാറിക്കഴിഞ്ഞു. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ലിക്വിഡിറ്റി ഉള്ളൊരു ഓപ്ഷനാണ്. 1 വർഷം മാത്രം ലോക്ക് ഇൻ പീരീഡുള്ള, 1 വർഷത്തിന് മുന്നേ ആണെങ്കിൽ നിങ്ങൾക്ക് ലിക്വിഡേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലിക്വിഡേറ്റ് ചെയ്യാം. 1% സറണ്ടർ ചാർജ് നിങ്ങൾ കൊടുക്കണമെന്ന് മാത്രം. 1 വർഷത്തിന് ശേഷം നിങ്ങൾ ലിക്വിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സറണ്ടർ ചാർജും ഇല്ലാതെ
നമ്മുടെ പ്രോഫിറ്റിന് 1,00,000 രൂപ കഴിഞ്ഞതിന് ശേഷമുള്ള പ്രോഫിറ്റിന് 10% മാത്രം ഇൻകം ടാക്സ് കൊടുത്താൽ മതിയാവുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. നമ്മുടെ കയ്യിൽ എക്സസ് എമൗണ്ട് വരുമ്പോഴൊക്കെ നമുക്ക് നമ്മുടെ ഫോളിയോയിലേക്ക് ഇത് ടോപ്പ് അപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു മ്യൂച്വൽ ഫണ്ട് ഫോളിയോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആകെപ്പാടെയുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മ്യൂച്വൽ ഫണ്ട് KYC എടുക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഫോട്ടോ എന്നീ ഡോക്യുമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് KYC വളരെ എളുപ്പത്തിൽ KYC ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ മറ്റുള്ള അസറ്റ് ക്ലാസ്സുകളെ അപേക്ഷിച്ചിട്ട് മ്യൂച്വൽ ഫണ്ടിലെ ഗുണങ്ങൾ നിരവധിയാണ്. നമ്മൾക്ക് വേണ്ടി എക്സ്പേർട്ടായിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫണ്ട് മാനേജേഴ്സ് നമ്മുടെ ഫണ്ട് മാനേജ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രോഫിറ്റ് നമ്മൾക്ക് തിരികെ തരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്. സോ നിങ്ങൾ ഓരോരുത്തരും ഇനിയെങ്കിലും ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനിലേക്ക് ശ്രദ്ധ തിരിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഇനി ഒരു റിവേഴ്സ് സൈക്കിൾ വരാൻ വേണ്ടി പോവുകയാണ്. ബിക്കോസ് ഇൻഫ്ലേഷൻ മോഡറേറ്റ് ചെയ്യപ്പെടുകയാണ്. അമേരിക്കയിലെ ഫെഡറൽ റിസർവ് അടക്കം ഇൻട്രസ്റ്റ് റേറ്റ് താഴെ കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ്. ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് ഒരു $80 മുതൽ $85 വരെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഇൻഫ്ലേഷൻ ഭാവിയിൽ കുറഞ്ഞു വരാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ട് തന്നെ റീപ്പോ റേറ്റ് ഈ ഒരു അവസ്ഥയിൽ ഏറ്റവും ഹൈ റേറ്റിൽ നിൽക്കുകയാണ്. അത് താഴോട്ട് വരാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബാങ്ക് റേറ്റുകളും താഴോട്ട് വരും. സോ ഇപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റിന് ഒരു 7% കിട്ടുന്നുണ്ടെങ്കിൽ അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ അത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 3%, 4% എന്നുള്ള റേഞ്ചിലോട്ട് വരാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ഒബ്വിയസ്ലി ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. ഇപ്പോൾ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റിന് നിങ്ങൾക്ക് ഇൻഫ്ലേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഗ്രോത്ത്, നെഗറ്റീവ് റിട്ടേൺസ് ആണ് അത് തരുന്നത്. ടാക്സേഷൻ കൂടി കഴിഞ്ഞാൽ അതിൽ ഒന്നും തന്നെ അതിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം. അതേസമയം സ്റ്റോക്ക് മാർക്കറ്റ് അടുത്ത 5 വർഷം ഓൺ ആൻ ആവറേജ് ഒരു 15 മുതൽ 20% ഇയർലി ഗ്രോത്താണ് പ്രെഡിക്റ്റ് ചെയ്യപ്പെടുന്നത്. ചില ഫണ്ടുകൾ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് പോലെ തന്നെ 30 മുതൽ 40% വരെ ഗ്രോത്ത് പോസിബിലിറ്റി എത്രയോ ഫണ്ടുകളുണ്ട്. നിങ്ങൾ വയലൽ ക്യാപിറ്റലിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ എത്രയോ ഫണ്ടുകൾ നമുക്ക് സജസ്റ്റ് ചെയ്യാനുണ്ട്. സോ ഒബ്വിയസ്ലി എല്ലാവരും പറയുന്നത് പോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു ഗ്യാരണ്ടി നമ്മൾക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് പല ആൾക്കാരും ഇപ്പോഴും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. സോ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അത് 1 കോടി രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 10% നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് മാറ്റുക. ബാക്കിയുള്ള 90% നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനിൽ തന്നെ നിങ്ങൾ വെക്കുക. എന്നിട്ട് 1-2 വർഷം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ ഗ്രോത്ത് മറ്റുള്ള അസറ്റ് ക്ലാസ്സുമായിട്ട് കമ്പയർ ചെയ്യുക. നിങ്ങൾക്ക് ഇത് തൃപ്തികരമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വീണ്ടും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനിൽ നിന്ന് ഒരു 10-20% നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ സിംപ്ലിസിറ്റിയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏതൊരു ഇന്ത്യക്കാരനും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കയ്യിൽ എക്സസ് എമൗണ്ട് ടോപ്പ് അപ്പ് ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ലിക്വിഡേറ്റ് ചെയ്ത് നമ്മുടെ പൈസ നമുക്ക് തിരിച്ചെടുക്കാം. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഗ്രോത്ത് ഓൺ എ ഡെയിലി ബേസിസ് വ്യൂ ചെയ്യാം. ഓക്കെ, അപ്പം എല്ലാവരും എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനിലോട്ട് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കണമെന്നുള്ളതാണ്. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിക്കട്ടെ, 2 ഫേസാണ് ഏതൊരു പ്രൊഫഷണലിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ഒരാളുടെയും പോർട്ട്ഫോളിയോ മീൻസ് ജേണിയിലുള്ളത്. അതായത് ഒന്ന് നമ്മുടെ ഇൻകം ജനറേഷൻ, അത് വളരെ ഫലപ്രദമായിട്ട് ചെയ്യുന്ന ഒട്ടനവധി ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അതായത് 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ മാസ വരുമാനമുള്ള ആൾക്കാരുണ്ട്. ഈ ഒരു വരുമാനം വളരെ നല്ല രീതിയിൽ റീഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മൾക്കൊരു വെൽത്ത് ക്രിയേഷനിലോട്ട്, അതായത് നമ്മുടെ പ്ലാൻ ചെയ്ത പോലുള്ളൊരു വെൽത്ത് ക്രിയേഷനിലോട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ കാണുന്ന പല ആൾക്കാരും നന്നായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവരൊന്നും തന്നെ അത് ഫലപ്രദമായിട്ട് റീഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. ഒന്നുകിൽ മണി ചെയിൻ അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പോലെയുള്ള ആൾക്കാരുടെ കെണിയിൽ പെട്ടുപോകുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. ക്രിപ്റ്റോ കറൻസി, അതേപോലെ തന്നെ ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പുകളിൽ പെട്ടുപോകുന്ന ആൾക്കാരുണ്ട്. അതെല്ലാം ഞാൻ നേരത്തെ പ്രതിപാദിച്ചതുപോലെ തന്നെ ഈ ഇൻഫ്ലേഷൻ പോലും കവർ ചെയ്യാത്ത രീതിയിൽ നമുക്ക് ബാങ്കിൽ മാത്രം കെട്ടിക്കിടക്കുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, കഴിഞ്ഞ 5 വർഷത്തിൽ 20 മുതൽ 30% വരെ ഗ്രോത്ത് കൊടുത്തിട്ടുള്ള ഒട്ടനവധി മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ടായിട്ടുണ്ട്.
പക്ഷെ അതൊന്നും മലയാളികളായ നമ്മൾ എത്രമാത്രം അവൈൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. സോ ഐ ഹംബ്ലി റിക്വസ്റ്റ് യു ടു റീകൺസിഡർ യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ആൻഡ് സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് വെൽത്ത് ത്രൂ മ്യൂച്വൽ ഫണ്ട്. സോ നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ഞങ്ങൾ എപ്പോഴും ആക്സസിബിൾ ആണ്. താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നമ്മുടെ എല്ലാ കോൺടാക്ട് ഡീറ്റെയിൽസും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ബാങ്കിങ്, ഫൈനാൻസ്, അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംശയങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാം. സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.